ഹായ്. അപ്പോൾ മൂന്നാറിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം കേട്ടോ, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇത് സെക്കൻഡ് പാർട്ടാണ്. വീഡിയോയിലേക്ക് പോയാലോ? രാവിലെ 8 മണിയായപ്പം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലത്തെ തണുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ഇവരെ ഈ ഒരു ഊതൽ നിന്ന് മനസ്സിലാവുന്നില്ലേ? അത്രയ്ക്കും തണുപ്പായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസം വാങ്ങിച്ച കട ഉണ്ടായിരുന്നു, ഫുഡ് വാങ്ങിയ കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം മക്കൾക്ക് മസാല ദോശയും ഞങ്ങൾക്ക് അപ്പവും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ചായ കേട്ടോ ഇവിടുത്തത്, എന്ത് ടേസ്റ്റ് അറിയുമ്പോൾ. പിന്നെ ചായ അടിപൊളി ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി ചായ. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. നമ്മൾ വട്ടവടയൊക്കെ പോകണം, അതുകൊണ്ട് ഇവിടെ വഴിയിലൊന്നും ആദ്യം ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് നേരിട്ടിട്ട് വട്ടവട പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് വഴിയിലൊക്കെ ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, രാവിലെ പോകുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു, അപ്പം വഴിയിലൊന്നും നിർത്താനും വയ്യല്ലോ. ഇതാണ് ഒരു ഡെസ്റ്റിനേഷൻ, വ്യൂ പോയിന്റ്. ഇതിൻ്റെ പേര് തന്നെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ചെറിയ മഴയത്ത് ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റ്, എലിഫന്റ് സഫാരി പാർക്കാണ്. ആനേൻ്റെ പുറത്തൊക്കെ കയറാമായിരുന്നു, പക്ഷെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേ അടുത്തത് മാട്ടുപ്പെട്ടി ഡാമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം മൂന്നാറിന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു സംഭവം കണ്ടു, അപ്പോൾ അത് കിട്ടാതെ മക്കൾ പോവില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ടില്ലേ, ഈ ഒരു ചെവിയിൽ വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇളകുന്നത് ഇതാ കണ്ടില്ലേ, പി പി പി. വണ്ടി മൊത്തം പി 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 ആയിരുന്നു. അപ്പം അത് കിട്ടിയപ്പം മക്കളെ മൂടും ശരിയായി. അങ്ങനെ നേരെ നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല, തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. കാരണം അവിടെ എത്തുമ്പം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലോ. അപ്പം അയാന് വാങ്ങിയതാ ഇതേ സംഭവം. എന്തെന്നോ എനിക്കറിയില്ല, ഒരു കീ ചെയിനായി. എവിടെ പോയാലും അവന് ഈ ഒരു കീ ചെയിനാണ് ആവശ്യം, കീ ചെയിൻ മാത്രം. ഇതാണ് സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ. പ്രൈവറ്റാന്ന് തോന്നുന്നു കേട്ടോ, ഞങ്ങളിവിടെ കയറിയിട്ടില്ല. നേരെ ഞങ്ങൾ വട്ടവടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത് കണ്ട എന്ത് ഭംഗിയാണ്, ഈ ഒരു യൂക്കാലിപ്സിൻ്റെ മരങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു വേറെ ലോകത്തു കൂടെ പോകുന്ന പോലെയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാണെന്നറിയോ. ഇത് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ മൂന്നാർ വരുന്നത്. അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പം ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്ക് ആ റൂട്ടായിരുന്നു പിടിച്ചത്. ഇനിയിപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഈ വഴി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ടോപ്പ് സ്റ്റേഷനൊന്നും അന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്നിട്ടൊക്കെ ആണെങ്കിലുള്ളൂ നമുക്കിങ്ങനെ സൗകര്യം പോലെ വണ്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ പോയി വരാൻ പറ്റുള്ളൂ. രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് നിർത്തിയൊക്കെ കണ്ടു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മൂന്നാറിൽ നല്ല മഴയായിരുന്നു. ടോപ്പ് സ്റ്റേഷൻ ആയി വരുന്നതോറും മഴ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ സൈഡിലൊക്കെ നോക്ക്, ഈ ഒരു മഞ്ഞ പുല്ല് പിടിപ്പിച്ച് എന്ത് രസമല്ലേ, ഒരു ബൗണ്ടറി പോലെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ആ ഒരു മഞ്ഞ കളറ് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതേ ഇവിടെ ഇറങ്ങിയിട്ടോ. ഇത് യെല്ലപ്പെട്ടിയാണ്, യെല്ലപ്പെട്ടി ടൗണൊക്കെയാണ് ഈ കാണുന്നത്. എന്തൊരു കാറ്റ് എന്നാണ് പറയാന്നറിയോ, ഈ അടിപൊളി കാറ്റ്, നല്ല തണുപ്പും. എന്താ പറയാ, നമ്മൾ ഡോറ് തുറന്നപ്പോൾ ഡോർ അങ്ങോട്ട് പൊട്ടിപ്പോകുന്നു വിചാരിച്ചു, അത്രയ്ക്കും കാറ്റായിരുന്നു ഇവിടെ നിന്നപ്പം. ഈ ഒരു വീടിന്റെ മുകളിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു ചാക്കുകൾ കാണാം വെയിറ്റ് വെച്ചിട്ട്. ഈ കാറ്റ് കാരണം പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ വെച്ചിരിക്കുന്നത്. ഷീറ്റൊക്കെ പറന്നു പോകുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ചാക്കൊക്കെ വെച്ചിട്ട് എന്താ വെച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് മെല്ലെ താഴോട്ടൊക്കെ ഒന്ന് ഇറങ്ങി പോവാം, അവിടെ എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഇതേ ഒരു ചെടി കണ്ടില്ലേ, എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. നല്ലൊരു കുഞ്ഞി കായ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെ പറ്റി നോക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഊട്ടിപ്പൂവില്ലേ, അത് അവിടെ വെറുതെ കിടക്കുന്നു. സാധാരണ ഊട്ടിയിലൊക്കെ പോകുമ്പോഴാണ് ഇത് കാണാറ്. ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് പറിച്ചു വെച്ചു. പിന്നെ അവിടെ നിന്നും ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പം മൊത്തം ഈ മുകളിലേക്ക് പോകും തോറും ഇങ്ങനെ തേയിലത്തോട്ടം കാണാൻ അടിപൊളിയാണ്. നല്ല കുറേ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിന്റ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ നിർത്തി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാകുമ്പോൾ അവിടെ ചെറിയ കുഞ്ഞി ബെഞ്ചൊക്കെ കെട്ടി ഉണ്ടാക്കിയത് കാണാം. അപ്പം മനസ്സിലാവും അവിടെ വ്യൂ പോയിന്റ് ആണ്, ഒന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ചാൽ. അങ്ങനെ ഇതേ കണ്ട എന്ത് രസമാണെന്നറിയാം, ഒരു ഇങ്ങനെ മലയുടെ ഈ ഒരു പച്ച കാണാൻ. പിന്നെ ഇതിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ സ്ഥലമാണ്. ഇതിവിടെ ആരും വന്ന് തുടങ്ങുന്നുള്ളൂ. ഇവിടെ നമ്മൾ വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് വട്ടവട ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പാടുംചോല നാഷണൽ പാർക്കാണ്. ഇവിടെ ഒരു 6 മണിൻ്റെ മുമ്പ് ഇവിടെ എത്തണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല. നമ്മൾ എത്തിയത് ഒരു 11 മണിയായപ്പോഴാണ്, ഉച്ച സമയം. ഇനി നമ്മൾ അവിടെ ഒരു എൻട്രി ഒക്കെ പറഞ്ഞ് നമ്മളെ വണ്ടീൻ്റെതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ ഒരു അരമണിക്കൂർ പോയാലാണ് വട്ടവട എത്തുക. ഈ കാടിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം സൈഡിലൊന്നും എവിടെയും വണ്ടി നിർത്തരുത്, ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെയൊന്നും നിർത്താതെ നേരെ പോവുകയാണ് അങ്ങോട്ടേക്ക്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല ഒരു ഇരുട്ട് പോലെ തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോണിൽ നോക്കുമ്പോൾ വെളിച്ചം പോലെ ഉണ്ട്, പക്ഷെ നല്ല ഇരുടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നല്ല പച്ചപ്പുള്ളൊരു
സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇവിടെ കാണുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാൻ തോന്നും, പക്ഷെ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇറങ്ങരുതെന്ന്. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് നേച്ചർ ക്യാമ്പ് ആൻഡ് ഫോറസ്റ്റ് ഓഫീസൊക്കെ സൈഡിലായിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്തായാലും മക്കളെയൊക്കെ കൊണ്ടുപോവല്ലേ, ഇവിടെ ഒന്നും സൈഡിൽ നിർത്തിയിട്ടില്ല. ഇനി എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ള പേടി കാരണം. അവിടെ സൈഡിലായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് ഇരിപ്പുണ്ട്. അവിടെ കുറച്ച് പേര് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വ്യൂ ആസ്വദിച്ച് നല്ല ഭംഗിയും കണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര പോവുകയാണ്. റൈറ്റ് സൈഡിലൊക്കെ കാണുമ്പോൾ ഈ പച്ചപ്പ് കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്താണെന്നാ വിചാരിക്കുക. അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ മലേന്റെ മുകളിൽ മഞ്ഞൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി അനുഭവമാണ്. ഈ മൂന്നാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ സിറ്റി ലൈഫിലൊക്കെ വന്നിട്ട് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു സ്ഥലമല്ലേ ഇത്. അടിപൊളിയാണ്. പിന്നെ ട്രാഫിക് ഇല്ല, നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം, ക്ലൈമറ്റും അടിപൊളി. പിന്നെ അതേ കണ്ടില്ല ഈ ഒരു യൂക്കാലിപ്സിന്റെ മരം, ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല, ഈ റോഡ് മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ട് സൈഡിലും ഈ മരങ്ങളാണ്. കാണുമ്പോൾ നല്ല എന്ത് ഭംഗിയാണെന്നറിയാം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഓരോ സിനിമയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ പോകുന്നതൊക്കെ. അതേപോലെ റീൽസിലും കുറേ കണ്ടിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു അനുഭവമാണ് നമ്മൾ പോകുമ്പോൾ. നമ്മളെ സ്വന്തം വണ്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമുക്കിങ്ങനെ കണ്ട് ഇങ്ങനെ നിർത്തിയൊക്കെ പോവാലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വട്ടവട എത്താറായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ കുറേ തട്ട് പോലത്തെ കൃഷികൾ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ വീടുകൾ കാണാം. പിന്നെ അതേപോലെ ഈ തട്ട് കൃഷികൾ. അങ്ങനെ ഞങ്ങൾ വട്ടവട ടൗണിലേക്ക് എത്തി. അപ്പം കുറേ ജീപ്പുകൾ കാണാം. ജീപ്പ് സഫാരിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ടൗണിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി, ഉള്ളോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, അവിടെ വരെ കറങ്ങി തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിക്കാണ് ഒരു സ്ട്രോബെറി ഫാം കണ്ടത്. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ അവിടെ സൈഡിലായിട്ട് ഒരു മരം കണ്ടു, നിറയെ ഒരു ബോൾ പോലെ കിടക്കുന്നത്. ഇതൊരു എയർ ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ വിത്തുകൾ ഉണ്ടാവും. പിന്നെ ദേ ഡാലിയ, എന്ത് ഭംഗിയാന്ന് പറയും ഇവിടുത്തെ ഡാലിയയുടെ ഒക്കെ കളറ് കാണാൻ വേണ്ടിയിട്ട്. അതും നിറയെ പൂവാണ് എല്ലാത്തിൻ്റെ മുകളിലും. അപ്പോൾ അതൊക്കെ കണ്ടു. ഈ ക്ലൈമറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. നമ്മളവിടേക്കൊന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീരെ പിടിക്കില്ല. അത്രയ്ക്കും എന്താണ് തണുപ്പുമാണ്, നല്ല കാലാവസ്ഥയാണ്. ഇതേ കണ്ട, ഇത് വേറെ ടൈപ്പ്. അപ്പോൾ സ്ട്രോബെറി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല അത്ഭുതം. സ്ട്രോബെറി നമ്മൾ നേരിട്ട് ഇങ്ങനെ കൃഷിയൊന്നും കാണുന്നില്ലല്ലോ, അല്ലാതെ ഫ്രൂട്ട്സ് കാണുമെന്നല്ലാതെ കൃഷി ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പം ഞങ്ങളും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അങ്ങനെ അവിടേക്ക് ഒന്ന് പോയി അതൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു പറിക്കരുത് തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതൊക്കെ കണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ താഴോട്ടൊക്കെ ഉണ്ട് കൃഷി, നിറയെ ഉണ്ട്. അപ്പോൾ അവർ ഒരു എന്താണ് സ്ട്രോബെറി ജാമും പിന്നെ അതേപോലെ സ്ട്രോബെറി ഐറ്റവും അവരവിടെ തന്നെ വിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ താഴോട്ടൊക്കെ ഒന്ന് പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട്. സൈഡിലൊക്കെ കുറേ ചെടികൾ കണ്ട എന്ത് രസമാണെന്ന്, എല്ലാം പൂവിട്ടിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇതിന് വിത്ത് തന്നിട്ട് കൊണ്ടുപോയാൽ പിടിക്കുമോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പിടിക്കൂല, ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ഇവിടെ ഉണ്ടാവുള്ളൂ, പുറത്തൊന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയൊക്കെ തട്ടതൊക്കെ സ്ട്രോബെറിയാണ്. ഒക്കെ കുറേ പഴുത്ത് കിടക്കുന്നുണ്ട്, കുറേ കേടായി കിടക്കുന്നുണ്ട്, പച്ച ഉണ്ട്, ഒക്കെ പല സ്റ്റേജാണ്. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ ജാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി. അങ്ങനെ ഞങ്ങൾ 2 ബോക്സ് സ്ട്രോബെറി വാങ്ങി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മക്കൾ കഴിച്ചു നോക്കുകയാണ് വാങ്ങിയപ്പോൾ തന്നെ കിട്ടിയത്. അവർ പറഞ്ഞ് കഴുകൊന്നും വേണ്ട, ഒക്കെ ക്ലീൻ ആക്കി വെച്ച നല്ല സ്ട്രോബെറിയാണ്, കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് കഴിച്ച് തിരിച്ച് നമ്മൾ പോവുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം നമുക്ക് ടോപ്പ് സ്റ്റേഷൻ എത്തണം. അപ്പം നമ്മൾ ഈ വട്ടവട ഈ ടൈമിൻ്റെ ഉള്ളിൽ എത്താൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇറങ്ങിയത്. ഇനി തിരിച്ച് പോകുന്ന വഴിക്ക് ഓരോ സ്ഥലത്തായിട്ട് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു എൻട്രി അവിടെ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറാൻ പറ്റില്ല. അപ്പം നമ്മളിതേ ഇവിടെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇനി കുറച്ച് ദൂരം നടക്കണം നമ്മൾ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും കുറേ നിറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ വന്ന് നിർത്തി, കുറേ പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പം കണ്ടത്ര അതല്ല, അതിലും കൂടുതൽ ആൾക്കാരായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് എൻട്രി ഫീ ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ. ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കുറേ ആൾക്കാരുണ്ട്, അതേപോലെ കുതിരയുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ അതിൻ്റെ മുകളിൽ വേണം കയറി ഫോട്ടോ എടുക്കാം. അപ്പോൾ പോകുമ്പോൾ കുറച്ച് വിശപ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഉച്ച ടൈമായില്ലേ, പിന്നെ കോണ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോണും കഴിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത യാത്ര വരുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നിറയെ നല്ല കച്ചവടങ്ങളുണ്ട്. ഒക്കെ ഡ്രീം ക്യാച്ചർ കണ്ടില്ലേ, ഇതൊക്കെ 100 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ സ്വെറ്റർ ഉണ്ട്, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഇനി ഈ മക്കൾ തലയിൽ വെച്ചില്ല, അതേപോലത്തെ സാധനങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്.
നമ്മൾ ഇവിടുന്ന് കുറച്ച് താഴോട്ട് നടന്നു കഴിഞ്ഞിട്ട് എത്തുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇവിടുന്ന് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് എത്തിയിട്ട് നമ്മൾ കാണുമ്പം നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ട് തേനി ബോഡിമറ്റും പിന്നെ അതേപോലെ റൈറ്റ് സൈഡിൽ മീശപ്പുലിമല കൊളുക്കുമല ഇതൊക്കെയാണ് കാണുന്നത്. ദൂരെ നമുക്ക് തമിഴ്നാടും കാണാം. ബ്രിട്ടീഷ് കാലത്ത് തേയില വ്യവസായത്തിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ടോപ്പ് സ്റ്റേഷൻ എന്ന് പേര് വരാൻ കാരണം തന്നെ അപ്പർ മോസ്റ്റ് ടെർമിനൽ റെയിൽവേ സ്റ്റേഷനും ഏരിയൽ റോപ്വേയുടെ അവസാന പോയിന്റ് ആയിരുന്നു ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പേര് വരാൻ കാരണം. ഈ ഒരു ട്രാൻസ്മിഷൻ ഹബ്ബ് വഴി മൂന്നാറിലെ തേയിലയും കാപ്പി അതേപോലെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മൾ ഇവിടെ മൂന്നാറിൽ നിന്ന് ഇവിടെ നിന്ന് കോട്ടൻകുടി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ അവിടേക്കാണ് ഈ ഒരു ഏരിയൽ റോപ്വേ വഴി തേയിലയൊക്കെ കൊണ്ടുപോയത്. ഇത് ഒരു 5 കിലോമീറ്ററോളം താഴ്ചയിലാണ് ഉള്ളത്. അവിടുന്ന് കാളവണ്ടിയിൽ ബോഡി നായകണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും അവിടുന്ന് ട്രെയിൻ വഴി മറ്റ് ഇന്ത്യയിലെ സ്ഥലങ്ങളിലേക്കും പിന്നെ അവിടുന്ന് ഇംഗ്ലണ്ടിലേക്കും കയറ്റി അയച്ചിരുന്നു. പക്ഷേ 1924 ഒരു ഫ്ലഡിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെയും റോപ്വേൻ്റെയും കുറേ ഭാഗങ്ങളൊക്കെ ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടായിരുന്നു, നശിച്ചു പോയി. അതുകൊണ്ട് ഇപ്പോൾ ചില ഭാഗങ്ങളൊക്കെയുള്ളൂ ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു താഴ്ചയിൽ നിന്ന് നമ്മൾ പിന്നെ തിരിച്ച് കയറി വരുന്നതെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. മുകളിലെത്തുമ്പോഴേക്കും നമ്മൾ കിതച്ച് പണിയായി പോവും. ഇപ്പോൾ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെ അധികം കാഴ്ചയ്ക്ക് ആൾക്കാർ ഇതേപോലെ കുറേ പേര് വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ പകൽ വരുന്ന ഒരു 9 മണിക്ക് ശേഷം വരികയാണെങ്കിൽ അതാണ് വളരെ നല്ലത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ പോരുകയാണ്. പിന്നെ ഇതുവരെ തേയിലത്തോട്ടത്തിൽ നിന്നും ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ആരുഷിക്ക് പേടി, അട്ട കടിക്കുമെന്ന് പറഞ്ഞ് ഉള്ളോട്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക. പിന്നെ പേടിച്ചൊക്കെ ആയിട്ടാണ് ഉള്ളോട്ട് പോകുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞ് കാലിലൊക്കെ നല്ലോണം നോക്കുകയാണ് അട്ട ഉണ്ടോ ഇല്ലേന്നൊക്കെ. പിന്നെ ഇവിടുന്ന് കുറച്ച് നമ്മൾ ഇവിടെ മക്കളൊക്കെ അവിടെ ഇവിടെ ഒളിച്ചു നിന്നാലൊന്നും കാണൂല കേട്ടോ. അങ്ങനെ അവന്തികേനെ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവള്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരും കൂടെ. പിന്നെ തിരിച്ച് നമ്മൾ പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടേക്ക് എത്തിയപ്പോൾ പിന്നെ മഴയൊക്കെ കുറഞ്ഞ് നല്ല സുഖമായിട്ട് നമുക്ക് എല്ലാ സ്ഥലവും ഒന്ന് ഇറങ്ങി കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി നടക്കുമ്പോഴൊന്നും ഒരു പേടിയില്ല കേട്ടോ. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് വല്ല പുലി എങ്ങാനും ഇതിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലോ എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. ആ സമയത്ത് അതൊന്നും ഓർമ്മയിലുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ കുറേ കേട്ടില്ലേ, തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പുലിയൊക്കെ ചാടി എന്ന് പറഞ്ഞ്. പകൽ വെളിച്ചത്തും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ആ നേരത്ത് ഞങ്ങൾക്ക് അതൊന്നും ഓർമ്മയിലുണ്ടായിരുന്നില്ല. ഈ ഒരു ഭംഗി ആസ്വദിച്ച് അങ്ങനെ നിന്നുപോയി. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഒരു ചിന്ത പോലും നമ്മളെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ സൈഡിലായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ ഇതേപോലെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പേടി തോന്നിയതും ഇല്ല. അങ്ങനെ ആരുഷി ഒളിച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, അവരൊന്നും കാണാതെ. അങ്ങനെ ഇവർ താന്നു നിന്നാൽ തീരെ കാണൂല കേട്ടോ, അത്രയ്ക്കും നല്ല ബുഷായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു തേയില കൃഷിയൊക്കെ, തേയിലത്തോട്ടം. പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു മഞ്ഞ ബോർഡർ പോലെയുള്ള ചെടികൾ, അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടുന്ന് ഇതേപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ഒരു പച്ചേൻ്റെ ഇടയിൽ ഈ ഒരു മഞ്ഞ ചെടികൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുമ്പം ഈ ഒരു യെല്ലപ്പെട്ടിയ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അവിടുന്ന് കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കുറച്ച് ക്യാരറ്റ് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വില ചോദിച്ചു. ഒരു കെട്ടിന് 25 രൂപ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. വലുതുണ്ട് ചെറുതും ഉണ്ട്. അപ്പം നമ്മൾ വലുതായിരുന്നു വാങ്ങിയത്, വലിയ ടൈപ്പ് ക്യാരറ്റ്, നല്ല ഫ്രഷ് ക്യാരറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ അവർ ചോദിച്ചു വണ്ടിയിൽ കുഞ്ഞു കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ കുഞ്ഞു ക്യാരറ്റ് ഇല്ലേ, കുഞ്ഞു ക്യാരറ്റ് മക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതിപ്പോൾ വലുത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അവർ ഇത് കണ്ട് കുഞ്ഞു ക്യാരറ്റ് ഇത് മക്കൾക്ക് വെറുതെ കൊടുത്തതാണ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടേണ്ട താമസം അവരപ്പം തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ അവർ ഈ ക്യാരറ്റൊക്കെ കഴുകിയിട്ടാണ് നമുക്ക് തരുന്നുണ്ടായിരുന്നത്. പിന്നെ അതുമല്ല നമുക്ക് വിശക്കുന്ന സമയമാണ്, ഉച്ച സമയമല്ലേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ച നല്ലോണം വിശക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ക്യാരറ്റൊക്കെ കഴിച്ച് നമ്മൾ പതിയെ പോവുകയാണ്. അങ്ങനെ കുണ്ടല ഡാം എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത് കുണ്ടല ഡാം. അപ്പം അവിടുന്ന് പിന്നെ താഴോട്ട് ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ ഐസ്ക്രീം കണ്ടു. പിന്നെ അതും വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു തണുപ്പത്ത് ഈ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അത് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അവർ പറഞ്ഞ് താഴോട്ട് പോകണ്ട, കുരങ്ങന്മാരുണ്ടാവും, ചിലപ്പോൾ അവർ
തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ വേസ്റ്റ് കിടന്നിരുന്ന് കുറച്ച് കോണുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കുരങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെയും പിടിച്ച് കൊണ്ടുപോകാം കേട്ടോ. ഇത് കുരങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളത് അവിടെ പൊടിച്ചിട്ടതും ഓർമ്മയുള്ളൂ. പിന്നെ എവിടെ നിന്നൊക്കെയാണ് കുരങ്ങന്മാർ വന്നതെന്ന് അറിയില്ല. എല്ലാ സ്ഥലത്തുനിന്നും ചാടി ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മെല്ലെ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ഇനി അവിടെ നിന്നാൽ ചിലപ്പോൾ ശരിയാവില്ല. വല്ല കുരങ്ങനെങ്ങാനും വന്ന് മാന്തിയാലേ പണി കിട്ടൂലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു എൻട്രി ഫീയും കൊടുത്തിട്ട് ഡാം കാണാൻ വേണ്ടിയിട്ട് ഉള്ളോട്ട് പോയി. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഒക്കെ തീർന്നിട്ട് ഓഫായി പോയിട്ടോ. അങ്ങനെ കുറച്ച് വ്യൂ ഒക്കെ നമ്മൾ അവിടുന്ന് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കുണ്ടല ഡാം. ഇവിടെ കുറേ പേര് ഇങ്ങനെ ഈ ഒരു സെൻട്രലായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ഫോട്ടോ അവരവിടുന്ന് ഫോട്ടോ എടുക്കും. അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് വെള്ളമൊക്കെ പോകുന്നതും ഡാം തുറന്നതൊക്കെ കണ്ട് അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുതലായിട്ട് താഴോട്ട് നോക്കാനൊരു പേടിയായിരുന്നു, അത്രയും ആഴമുള്ളതല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൈഡിലായിട്ട് നല്ല ബോട്ടിങ്ങിൻ്റെ ഒക്കെ കാണുന്നുണ്ട്, ചിക്കാരി ബോട്ട്, അങ്ങനെ കുറേ ബോട്ടിങ് ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോവാം. ഇപ്പം മക്കളായതുകൊണ്ട് കൂടെ പോകുന്നത് അവരെ കൂടെ പോകാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ മക്കൾ. പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല. ഇവിടെ സൈഡിലായിട്ട് കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്, കുറേ മിഠായികളും കുറേ ഇങ്ങനെ സംഭവങ്ങൾ ഐറ്റംസും ഒക്കെ ഉണ്ട്. പിന്നെ കുതിരയിൽ വേണം പോവാം. അവിടെ പൈൻ മരം ഉണ്ട്, പൈൻ, അതേപോലെ യുക്കാലിപ്സ് മരം ഉണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ പോകണമെങ്കിൽ അവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. അതല്ലാതെ ബോട്ടിങ്ങിൻ്റെ വേറെ എൻട്രി ഫീ ആണ്. നമ്മൾ ബോട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടില്ല. ഈ ഒരു മരത്തിൻ്റെ അവിടെയൊക്കെ നിന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ അല്ലാതെ അവിടെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മരം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാട്ടോ. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാനൊക്കെ നല്ല ഒരു അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ചു. പിന്നെ വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ വഴിയിൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു ഒരു കുറേ ആൾക്കാർ നിന്നിങ്ങനെ ഫുഡ് കഴിക്കുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ടൂറിസ്റ്റ് ആൾക്കാർ ഒരു ഫുഡ് കൊണ്ടുവന്നാണ്. പിന്നെയാണ് മനസ്സിലായത് അവിടെ ഒരു വണ്ടിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫുഡാണ്. വിശന്നിട്ടാണോ എന്നറിയില്ല, നല്ല ബിരിയാണി ആയിരുന്നു കിട്ടിയത്. അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് നമ്മൾ കൊണ്ടുപോയതുണ്ടായിരുന്നു, അതും കഴിച്ചു. 150 രൂപയായിരുന്നു തോന്നുന്നു ബിരിയാണിക്ക്. ഒരു പ്ലേറ്റ് ഫുൾ ഉണ്ടായിരുന്നു. അപ്പം ഇവർക്കൊക്കെ വാങ്ങിക്കൊടുത്ത് വയറൊക്കെ നിറഞ്ഞപ്പോൾ സന്തോഷമായി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എക്കോ പോയിന്റ് ആണ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. യഥാർത്ഥ സ്ഥലം ഇനിയാണ് വരുന്നത്. എക്കോ പോയിന്റിന് എത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പുള്ള ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് ഈ അച്ഛൻ്റെയും മക്കളെയും കൂക്കുവിളി. ഇനി മെയിൻ ആയിട്ടുള്ള എക്കോ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെയാണ് എക്കോ പോയിന്റ് മെയിൻ പോയിന്റ്. ഇവിടെ നിന്ന് നമ്മൾ കൂവി വിളിച്ചിട്ടുണ്ടെങ്കിൽ എക്കോ പോലെ നമ്മൾ ആ സൗണ്ട് തിരിച്ച് കേൾക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ പിന്നെ അവിടെ ചെന്നാൽ പിന്നെ കൂവിയില്ലെങ്കിലല്ല അത്ഭുതമുള്ളൂ. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂവിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻട്രി ഫീസ് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. കാശ് കയ്യിലില്ലെങ്കിൽ പെട്ടുപോകും. ഇവിടെ റേഞ്ച് കുറവാണ്. അവന്തിക
അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം കൂവി തൊണ്ടയൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാവരും തിരിച്ചു വരികയാണ്. അവിടെ ചെന്ന എല്ലാവരും കൂവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന്തിയും അച്ഛനും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ എടുത്തിട്ട് നടന്നു വരികയാണ്. ഇവിടെ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, റേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ. അപ്പോൾ കയ്യിലുള്ള പൈസയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കടേൻ്റെ അടുത്ത് കൂടെയൊക്കെ അങ്ങനെ നോക്കി കണ്ട് അങ്ങനെ പോരുമ്പോഴാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടേക്ക് എത്താനായിട്ടില്ല. അതിൻ്റെ മുമ്പേ ബ്ലോക്ക് തുടങ്ങി. ഒരു 5 മണി 5:30 കഴിഞ്ഞിട്ട് 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം. എന്തൊരു ബ്ലോക്ക് ആയിരുന്നു അറിയാം. മുകളിലേക്ക് പോയവരൊക്കെ താഴോട്ട് വരുന്നത് അങ്ങനെ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ ഇത് കാണുന്നതാണ് മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി. ഇത് കണ്ണൻദേവൻ്റെയാണ് കേട്ടോ. ഇവിടെ മ്യൂസിയം ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ പറിക്കുന്നത് തൊട്ടിട്ട് പാക്ക് ചെയ്യുന്നത് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ടീയും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ അത് കാണാൻ പറ്റിയില്ല, നമുക്ക് പോകണമെന്നുണ്ടായിരുന്നു. ബ്ലോക്ക് കാരണം പിന്നെ നേരവും വൈകി, അതുകൊണ്ട് പോയില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ മൂന്നാറിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ കണ്ടില്ലേ വണ്ടിയൊക്കെ നിറയെ ഉണ്ട് വരുന്നത്. ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ ഒരു ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ലൈറ്റിംഗ് ഒക്കെ കണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അവിടെ പോകാമെന്ന് വിചാരിച്ചത്. ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ലൈറ്റൊക്കെ ആയി ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് ആ ഒരു ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ലൈറ്റ് കണ്ടപ്പോൾ നമ്മൾ അതിന് അങ്ങോട്ടേക്കും കൂടെ പോയിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാം, ഇവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. മൂന്നാറിലെത്തി മഴയൊക്കെ കുറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഇവിടെയും കൂടെ കണ്ടിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. കളർഫുൾ ലൈറ്റുകളാണ് കിടക്കുന്ന മരത്തിൻ്റെ മുകളിലൊക്കെ. ഏട്ടൻ പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാനും മക്കളും അവിടെ വെയിറ്റ് ചെയ്യാണ് ഏട്ടൻ വരുന്നവരെ. സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല പാർക്ക് ചെയ്യാൻ, നല്ല തിരക്കായിരുന്നു. ടോപ്പ് സ്റ്റേഷനും വട്ടവടയൊക്കെ പോയ സമയത്ത് ചെടികളൊക്കെ കണ്ട് ഫാനായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ. ഇനി ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ എങ്ങനത്തെ ചെടികളാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. അപ്പോൾ സൈഡിലായിട്ട് നല്ല രസമുള്ള അടിപൊളി കുഞ്ഞി ചെടികൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ അകത്തേക്ക് എൻട്രി ഫീ ഒക്കെ കൊടുത്ത് കയറി. അപ്പോൾ വലിയൊരു മുയലിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെടി വെച്ചിട്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക രണ്ടുപേരും. പിന്നെ കയറിയപ്പോൾ തന്നെ എന്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തൊക്കെ ടൈപ്പ് ചെടികളാണ്, നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. നിറയെ എല്ലാ ചെടീൻ്റെ മുകളിലും പൂവുണ്ടായിരുന്നു. പിന്നെ കുറേ ഇലച്ചെടികൾ അങ്ങനെയായിട്ട്. പക്ഷെ പൂവുള്ളതാണ് കുറച്ച് കൂടുതൽ കാണാനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ചെടിയൊക്കെ ഇവിടെ ഭയങ്കര ഭംഗിയിലും നല്ല കളറിലുമാണ് ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ ഇത്ര ഭംഗി എനിക്ക് അവിടെ തോന്നിയിട്ടില്ല കേട്ടോ. ഇത് ഇവിടെ കാണുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. പിന്നെ ഒന്നാമത് ഈ ലൈറ്റും കൂടി ആണോ എന്നറിയില്ല, നല്ല കളർഫുൾ ലൈറ്റാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പകൽ വരികയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ലൈറ്റിൻ്റെ വെളിച്ചത്തിലെല്ലാം വ്യത്യാസമായിട്ട് ചിലപ്പോൾ തോന്നും. അപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് ചെമ്പരത്തിയാണ്, ജിമിക്ക് പോലത്തെ കമ്മൽ പോലെ ഇരിക്കുന്ന ചെമ്പരത്തി. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നല്ല ഭംഗിയില്ലേ കാണാൻ, നമ്മളെ ജിമിക്ക് കമ്മലൊക്കെ പോലെയുള്ള ചെമ്പരത്തി. ഇത് പല ടൈപ്പ് ചെമ്പരത്തി ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇതൊരു വെറൈറ്റി ടൈപ്പ് ചെമ്പരത്തി. പിന്നെ ഇവിടെ ഒരു ഷോ നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ്, അവിടെയാണ് ഷോ നടക്കുന്നത്. അപ്പം ഞങ്ങൾ എത്തിയത് ഒരു 6 മണി 6:15 ആയിട്ടുള്ളൂ. ഇനി 7 മണിയാവുമ്പോൾ കുറച്ചും കൂടി സമയമില്ല. അപ്പം താഴോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞ് വരാം. അപ്പോഴേക്കും മൊത്തം അവിടെയൊക്കെ കണ്ട് കവർ ചെയ്തിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പോവാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഫോട്ടോ എടുക്കാൻ. അപ്പോഴേക്കും നല്ല പെരും മഴ പെയ്തു. അപ്പം ഞങ്ങൾ താഴെ ഒരു സ്ഥലത്ത് പോയി മഴ തീരുന്നവരെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് പോവുകയാണ്. അവിടെ മൊത്തം കാണാൻ പറ്റിയില്ല, ഷോ കാണാൻ പറ്റിയില്ല, അത്രയ്ക്കും മഴയായിരുന്നു. പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡും വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പം അത്രയ്ക്കും മഴയായിരുന്നു. അങ്ങനെ അവിടുത്തെ നമുക്ക് പോകാൻ മിസ്സായിപ്പോയി, കാണാൻ പറ്റാതെ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ ഇവിടുന്ന് മൂന്നാറിന്ന് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം.